BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബഹ്റൈനിൽ വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്നും അസ്ഥിരമായ കാലാവസ്ഥയായിരിക്കുമെന്നും മുന്നറിയിപ്പ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിലെ കാലാവസ്ഥാ വകുപ്പാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. അസ്ഥിരമായ കാലാവസ്ഥ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നേക്കാം. മഴയും ഇടിയോടുകൂടിയ മഴയും ഏപ്രിൽ 30 ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇത് മെയ് 4 വരെ നീളും. ബഹ്റൈനിൽ അടുത്തിടെ കനത്ത മഴയും അസ്ഥിരമായ കാലാവസ്ഥയും നേരിട്ടിരുന്നു. 100 മില്ലിമീറ്റർ കൂടുതലായിരുന്നു മഴ. തുടർന്ന് വെള്ളക്കെട്ട് മൂലം നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന എല്ലാ അറിയിപ്പുകളും പൊതുജനങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായി LMRA. അംഗീകാരമില്ലാതെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തിരുന്ന 17 സ്ഥാപനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ സ്ഥാപനങ്ങൾ വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുകയും ആവശ്യക്കാർക്ക് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുകയും ആവശ്യക്കാർക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. മൊഹറക് ഗവർണറേറ്റിൽ ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് LMRA നടത്തിയ പരിശോധനയിലാണ് അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികളെ കണ്ടെത്തിയത്. അറബ് പാർലമെന്റ് അവാർഡ് ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയ്ക്ക് ലഭിച്ചു. അറബ് മേഖലയിൽ നടന്ന വളർച്ചയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പങ്കിനെ ആദരിച്ചാണ് അവാർഡ് നൽകിയത്. വികസനത്തിൽ പൊതുജനങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രീതിയെന്നും അതിനാലാണ് പാർലമെന്റിന് പുറത്തുള്ള ഒരാൾക്ക് അവാർഡ് നൽകുന്നതെന്നും അറബ് പാർലമെന്റ് അധ്യക്ഷൻ ആദിൽ അബ്ദുറഹ്മാൻ അൽ അസൂമി വ്യക്തമാക്കി. കനോലി കപ്പ് 2024 മത്സരത്തിൽ അദ്ലിയ FC ജേതാക്കളായി. നിലമ്പൂർ FC കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റൈനുമായി ചേർന്ന് ഏപ്രിൽ 18, 19, 25 തീയതികളിൽ ഹൂറയിലുള്ള ആൽട്ടിയൽ സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ഫൈനൽ മത്സരത്തിൽ ഡെൽമൺ FCയെ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് അദ്ലിയ FC ജേതാക്കളായത്. അൽഫറ ഹൗസ് സ്പോൺസർ ചെയ്ത വിജയികൾക്കുള്ള കിരീടവും ക്യാഷ് പ്രൈസും കനോലി പ്രസിഡന്റ് ഷബീർ മുഖനും ജനറൽ സെക്രട്ടറി രജീഷും അദ്ലിയ FCക്ക് കൈമാറി. അസീൽ സൂപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്ത റണ്ണറപ്പ് ട്രോഫിയും ക്യാഷ് പ്രൈസും കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സലാം ചാത്തോളിയും ജനറൽ സെക്രട്ടറി സജാദ് സുലൈമാനും ഡെൽമൺ FCക്ക് കൈമാറി. 16 ടീമുകൾ മാറ്റുരച്ച മത്സരങ്ങളിൽ ഗോസി സ്ട്രൈക്കർ FC 3ാം സ്ഥാനത്തിന് അർഹരായി. അവർക്കുള്ള ട്രോഫി കൂട്ടായ്മ ട്രഷറർ ജംഷീദ് വളപ്പൻ കൈമാറി. ബെസ്റ്റ് ഫെയർ പ്ലേ അവാർഡും അദ്ലിയ FC നേടി. മികച്ച ഗോൾ കീപ്പറായി അദ്ലിയ FCയുടെ തസ്ലീം തെരഞ്ഞെടുത്തു. ബെസ്റ്റ് ഡിഫൻഡർ സാദിക്ക, ബെസ്റ്റ് പ്ലെയർ ഷാനിഫ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതിനുള്ള നേട്ടം ഗോസി സ്ട്രൈക്കർ FCയുടെ മിഷേൽ സ്വന്തമാക്കി. ടൂർണമെന്റിന് മെഡിക്കൽ സപ്പോർട്ട് നൽകിയത് ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലാണ്. 2 ആഴ്ചകളായി 3 ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങൾ ഇല്ലാസും ഹഫ്സലും നിയന്ത്രിച്ചു. ആഷിഫ് വടപ്പുറം, തസ്ലീം തെന്നാടൻ, മനു തറയത്തംഗങ്ങൾ എന്നിവർ ടൂർണമെന്റ് കൺവീനർമാരായിരുന്നു. മൊഹറക് മലയാളി സമാജം 2024-26 കാലയളവിലേക്കുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. മൊഹറക് MMS ഓഫീസിൽ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ലത്തീഫ് കോളിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം പ്രസിഡന്റായി അനസ് റഹീമിനെയും സെക്രട്ടറിയായി ആനന്ദ് വേണുഗോപാൽ നായരെയും ട്രഷററായി ശിവശങ്കർ കൊച്ചിയെയും തെരഞ്ഞെടുത്തു. മറ്റ് ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് അബ്ദുൾ മൻഷീർ, ദിവ്യ പ്രമോദ്, ജോയിന്റ് സെക്രട്ടറിമാരായി ബാഹിർ അനസ്, സുനിൽ കുമാർ അസിസ്റ്റന്റ് ട്രഷററായി തങ്കച്ചൻ ചാക്കോ, എന്റർടൈൻമെന്റ് കൺവീനർ ഫിറോസ് വെളിയൻകോട്, മെമ്പർഷിപ്പ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി, സ്പോർട്സ് വിംഗ് കൺവീനർ അബ്ദുറഹ്മാൻ പട്ല, ചാരിറ്റി വിംഗ് കൺവീനർ പ്രമോദ് വടകര, മീഡിയ സെൽ കൺവീനർ പ്രമോദ് കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. 1 മാസക്കാലമായി നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നതിന് പ്രത്യേക ഔദ്യോഗിക പെർമിറ്റ് നിർബന്ധമാക്കണമെന്ന് സൗദി കൗൺസിൽ ഓഫ് സീനിയർ സ്കോളേഴ്സ് വ്യക്തമാക്കി. തീർത്ഥാടകരുടെ സൗകര്യം, സുരക്ഷ എന്നിവ മുൻനിർത്തി ഏർപ്പെടുത്തുന്ന ഇത്തരം ഹജ്ജ് പെർമിറ്റുകൾ ശരിയായ നിയമപ്രകാരം നിർബന്ധമാണെന്നും കൗൺസിൽ ചൂണ്ടിക്കാട്ടി. പെർമിറ്റില്ലാതെ ഹജ്ജ് അനുഷ്ഠിക്കുന്നത് അനുവദനീയമല്ലെന്നും കൗൺസിൽ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 27 ആഭ്യന്തര മന്ത്രാലയം, ഹജ്ജ് മന്ത്രാലയം, മറ്റ് വകുപ്പുകൾ എന്നിവർ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത്. സുഗമമായ തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനും തീർത്ഥാടകരുടെ ആരോഗ്യം, താമസം, ഭക്ഷണം തുടങ്ങിയ ഘടകങ്ങൾ ഉറപ്പാക്കുന്നത് മുൻനിർത്തിയുമാണ് പെർമിറ്റുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും കൗൺസിൽ വ്യക്തമാക്കി.
കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വോട്ടെടുപ്പ് എല്ലാ തലങ്ങളിലും പൂർണ്ണമായി തൃപ്തികരമായിരുന്നുവെന്ന് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. സംസ്ഥാനത്തെ 25,231 പോളിംഗ് ബൂത്തുകളിൽ 95% വൈകിട്ട് 6 മണിയോടെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായി. 99% ബൂത്തുകളിലും 8 മണിയോടെ വോട്ടെടുപ്പ് പൂർത്തിയായി. വടകര മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ മാത്രമാണ് പിന്നീടും വോട്ടെടുപ്പ് നടന്നത്. 6 മണിയോടെ ബൂത്തിലെത്തിയ മുഴുവൻ വോട്ടർമാർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുവാനും ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റ് വരെ ജയിക്കാമെന്നാണ് CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം പ്രചാരണത്തിലൂടെ മറികടക്കാനായെന്നും യോഗം വിലയിരുത്തി. വടകരയിൽ വോട്ട് കച്ചവടം നടന്നെന്ന ആശങ്കയും യോഗം പങ്കുവച്ചു. BJP വോട്ട് കോൺഗ്രസ് പർച്ചേസ് ചെയ്തതെന്ന ആശങ്ക. പ്രതികൂല സാഹചര്യം മറികടന്നും LDF സ്ഥാനാർത്ഥി KK ശൈലജ വടകരയിൽ വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ. യോഗത്തിൽ EP ജയരാജൻ, പ്രകാശ് ജാവേദ്കർ കൂടിക്കാഴ്ച വിവാദവും ചർച്ചയായി. EP ജയരാജനെതിരെ ആസൂത്രിത നീക്കമെന്നാണ് നടക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിഷയത്തിൽ നടപടിയെടുക്കേണ്ട ആവശ്യമില്ല എന്നും വിഷയത്തിൽ ജയരാജനെ നിയമ നടപടിക്ക് പൂർണ്ണ പിന്തുണ പാർട്ടി നൽകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലുടൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. അമിത ഉപഭോഗമാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക് നയിച്ചത്. വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനം പ്രതിസന്ധിയിലേക്ക് കടക്കും. പ്രതിദിന ഉപയോഗം 110 ലക്ഷം യൂണിറ്റ് വരെ എത്തി. ഇത് പ്രതിസന്ധിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തരംഗം ആരോഗ്യത്തെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഭാഗത്തിലുള്ളവർ കഴിയുന്നതും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുക. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം. എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായാൽ ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതിലൂടെ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.